അത്യാവശ്യം റേസസ് ഉണ്ട്. ആൾക്കാർ നമ്മളെ അല്ലാത്ത രീതിയിൽ ഇതിലിപ്പോ പിന്നൊരു കാര്യം, ഈ ഇവിടെ പഠിക്കാൻ വന്നിട്ട് ഇവിടെ ജോലി കിട്ടില്ല എന്ന് പറഞ്ഞ് പോയവര് നാട്ടില് സിവിൽ സർവീസിൽ 5ാം റാങ്ക് കിട്ടിയിട്ട് അത് മേടിച്ച് ഇവിടെ വന്ന് മറ്റേ ഹോട്ടൽ മാനേജർ യൂസ് ചെയ്തൊന്നും അല്ല. ആലോചിക്കണം, നാട്ടിൽ ഇപ്പൊ ഞാനടക്കമുള്ള പറയാൻ ഞാൻ ഒരിക്കലും ഞാൻ വലിയവനാണ് മറ്റോ ചെറിയവനാണെന്നില്ല, ഞാനടക്കമുള്ള എല്ലാരും വന്നിട്ടുള്ളത്. പിന്നെ ഈ ഇടയായിട്ട് ഇപ്പൊ കുറെ ആയിട്ട് ഇങ്ങനെ കാണാൻ UK അത്യാവശ്യം റേസസ് ഉണ്ട്. ആൾക്കാർ നമ്മളെ അല്ലാത്ത രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നതൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ റേസസ് ഇല്ലാന്നൊന്നും ഞാൻ പറയില്ല, ഉണ്ടാവാം, പല സ്ഥലങ്ങളിലും റേസസ് ഉണ്ടാവില്ല എന്ന് പറയില്ല. പക്ഷെ റേസസ് കുറവുള്ള ഒരു രാജ്യമാണ് സത്യത്തിൽ ഇത്. അതായത് അറ്റ്ലീസ്റ്റ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഈക്വലി അവർ തരുന്നുണ്ടെങ്കിൽ ഞാൻ പറയും. നമ്മളെ പിടിച്ച് മാനേജർ ആക്കുന്നു അങ്ങനെയൊന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ വരുമ്പോഴേക്ക് ഓക്കെ ഇന്റർവ്യൂ കൊച്ചു കൊള്ളാലെന്ന് പറഞ്ഞ് ജോലി ഇരുന്നല്ല പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് അത്യാവശ്യം കാലിബർ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾ എടുക്കാൻ പറ്റുന്നൊക്കെ തോന്നുകയാണെങ്കിൽ, ആ ഒരു സിറ്റുവേഷനിലൊന്നും നിങ്ങളെ റേസ് കാരണം അവരങ്ങനെ തഴയുന്നതായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഓപ്പർച്യൂണിറ്റി പോകുന്നതായിട്ട് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന്റെ ഇടയിലും ആണെങ്കിലും ഇപ്പോൾ റേസിസം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഫീൽ ചെയ്തത് നമുക്ക് ഇന്റർനാഷണൽ സ്റ്റുഡൻസും ഉണ്ട്, ഹോം സ്റ്റുഡൻസും ഉണ്ട്. ഷെഫീൽഡ്, ഞാൻ ഹലാമിലാ പഠിച്ചത്. ഹലാമില് ഞാൻ ഹോം സ്റ്റുഡൻസിന്റെ കൂടെ ഇരുന്ന് ഇതുവരെ ക്ലാസ് അറ്റൻഡ് ചെയ്തില്ല. ഞങ്ങൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസ്, ഇപ്പൊ ഞങ്ങള് കാണും, ഇപ്പൊ പാകിസ്ഥാനീസ് കാണും, വേറെ മീൻസ് അല്ലെങ്കിൽ ആഫ്രിക്കൻസ് കാണും, നൈജീരിയൻസ് കാണും. അങ്ങനെയല്ല, നമ്മൾ അവരോട് വന്നിരുന്ന് പഠിക്കുന്നത്. ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വേറെ ക്ലാസ്സാ, ഹോം സ്റ്റുഡൻസിന് വേറെ ക്ലാസ്സാ. എനിക്കറിയത്തില്ല ഏത് യൂണിവേഴ്സിറ്റിയാണ് മിക്സ് ആയിട്ട് പഠിപ്പിക്കുന്നത്, എനിക്കറിയത്തില്ല. ഇതിൽ ഈ റേസിസം എന്ന് പറയുന്ന ആൾക്കാര് എനിക്ക് അറിഞ്ഞു, എനിക്ക് അവര് റേസിസം എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യും. നമ്മുടെ നാട്ടിൽ പണിക്ക് വരുന്ന നോർത്ത് ഇന്ത്യൻ ആളുടെ ബംഗാളികൾ സ്വന്തം രാജ്യത്ത് തന്നെ വെസ്റ്റിലുള്ള ആളുകൾ നമ്മുടെ നാട്ടിലോട്ട് പണിക്ക് വരുമ്പോൾ അവരെ ബംഗാളികളെ വിളിച്ച് മാറ്റിയെടുക്കുന്നവരാണ്. തമിഴ്നാട്ടിലുള്ള പാണ്ഡ്യകളെ വിളിച്ച് കളിയാക്കുന്ന അല്ലെങ്കിൽ കന്നഡക്കാരന്മാരെ എല്ലാവരും കളിയാക്കല് മാത്രം ചെയ്യുന്ന ആളുകളാണ് എന്നെ സംബന്ധിച്ച്. അതാണ് അത്രയും മാത്രം ക്രിട്ടിസൈസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത്രയും മാത്രം പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ. നമ്മൾ ബ്രിട്ടീഷുകാർ ഭയങ്കര ഡിസ്ക്രിമിനേഷൻ, അവര് റേസിസ്റ്റ് ആണെന്ന് പറയും. എനിക്ക് അതിന്റെ ലോജിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ വെച്ച് നോക്കുമ്പോൾ അവര് റേസിസ്റ്റ് അല്ലാതെ ഞാൻ പറയുള്ളൂ, നമ്മളാണ് കുറച്ച് കൂടി. പിന്നല്ലാതെ നമ്മളിപ്പോ ഏതൊരു വീഡിയോ അവൻ ബംഗാളിയാണ്, ഞാൻ ഇത്ര പ്രാവശ്യം കേട്ടോന്ന് അറിയാമോ? സ്വന്തം രാജ്യത്തുള്ളവരാണ്. അപ്പോഴാണ് അവരുടെ കോണ്ടിനെന്റ് അല്ല, വേറൊരു കോണ്ടിനെന്റ്, ഏഷ്യയില് ഒരു കൺട്രി, അവിടെ നിന്ന് ഇവിടെ വന്ന് അവരെ പോലെ ടു ബി ഫ്രാങ്ക് നമ്മൾ അവരെ പോലെ അല്ല കാണാൻ പോലും. സോ അവരെ നമ്മളെ പെട്ടെന്ന് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നമ്മൾ അവരിൽ ഒരാളല്ല എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ചിലപ്പോൾ അവർക്ക് പാസ്റ്റിലുണ്ടാകുന്ന ഇൻസിഡന്റ് കൊണ്ടായിരിക്കും. അപ്പൊ അത് അവർ കാണിക്കും. അതിനടുത്ത റേസിസം പ്രൊമോട്ട് ചെയ്യാന്നുള്ളതല്ല, തെറ്റാണ്. റേസിസം അത് തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷെ വളരെ കുറവാണ് അങ്ങനെ. എനിക്കറിയില്ല, അങ്ങനെ വലിയ ഇൻസിഡൻസ് ഒന്നും ഞാൻ കേട്ടിട്ടുമില്ല. എന്റെ കൂടെയുള്ള ആരും എനിക്ക് ഇത്രയും വർഷത്തിനിടയിൽ അങ്ങനെ ഇൻസിഡന്റ് എനിക്കുണ്ടായിട്ടില്ല ഇതുവരെയ്ക്കും. ഇവിടെ ഇപ്പൊ 3 വർഷം 4 മാസമായി. എനിക്ക് ഇതുവരെയ്ക്കും പേഴ്സണലി അങ്ങനെ ഒരു അനുഭവം ഇതുവരെയ്ക്കും ഉണ്ടായിട്ടില്ല. എനിക്ക് വൈറ്റ് ഫ്രണ്ട്സ് ആയിരുന്നാലും ശരി, അല്ലാതെ ഇവിടുത്തെ യൂറോപ്പിലുള്ള ഉണ്ടായിട്ടുണ്ട്, വന്നിട്ടില്ല. പിന്നെ ഓക്കെ, നമ്മള് ചിലപ്പം ഏതെങ്കിലും പബ്ബിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ചിലപ്പോൾ കുടിച്ചിട്ടൊക്കെ ആരെങ്കിലും ഗോ ഇന്ത്യൻസ് അല്ലെങ്കിൽ തിരിച്ചു പോകുന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും. ഇല്ലാതൊന്നും ഞാൻ പറഞ്ഞത്, അതൊക്കെ നമ്മുടെ നാട്ടിലാണെങ്കിലും സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന കാര്യങ്ങളല്ലേ. അല്ലാതെ ഒരാളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരാൾ ഓപ്പർച്യൂണിറ്റി കളയുന്ന രീതിയിലോ എന്നുള്ള വലിയ റേസിസംസ് ആണ് പറയുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളല്ല പറയുന്നത്. ഏതൊരു നാട്ടിലായിരുന്നാലും ഏതൊരു കാര്യത്തിലായിരുന്നാലും നെഗറ്റീവായിട്ടുള്ളവരും പോസിറ്റീവായിട്ട് ഉള്ളവരും ഉണ്ട്. ചില പ്രായമായിട്ടുള്ള, അതായത് ഇങ്ങനെ മാത്രമേ അവർ ജീവിക്കുമെന്ന് ഉറപ്പിച്ചവരെ നമുക്ക് തിരുത്താൻ പറ്റൂല. നമ്മുടെ നാട്ടിൽ എന്തോരം മണ്ടത്തരങ്ങളും കാര്യങ്ങളും മാത്രം ഫോളോ ചെയ്താൽ അവരെ എല്ലാവരെയും തിരുത്താൻ പറ്റൂ. എല്ലാവരെയും വാങ്ങി കിട്ടാൻ പറ്റൂല. പിന്നെ നമ്മളവരെ ഫ്ലോയിൽ ജീവിക്കുക. നമ്മളിപ്പോ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഇത് കണക്കുള്ള ആരെയും നമ്മൾ അവരുടെ ജീവിതത്തിൽ ഇന്റർഫിയർ ചെയ്യാതെ നൈസായിട്ടങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മളെ ആരും ഉപദ്രവിക്കാൻ പറ്റില്ല. ഇവിടെ ഈ നമ്മുടെ നാട്ടിൽ ഇവിടെ കുറെ ഇഷ്യൂ ഉണ്ടാക്കുന്ന ആൾക്കാർ, ഈ ഖാലിസ്ഥാനിന്റെ ആൾക്കാർ, കാനഡയിൽ അവിടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നത്. കാനഡയിൽ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യം, ഇപ്പൊ നമ്മളെ ടോപ്പിക്കിലോട്ട് കാര്യമാണെന്ന് വെച്ചാൽ, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യുമ്പോഴും ഈ രാജ്യത്തോട്ട് വരുമ്പോൾ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഉള്ള കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നവരുണ്ട്. നമുക്ക് കിട്ടുന്ന നെഗറ്റീവിനെയും പോസിറ്റീവിനെയും നമ്മുടെ കരിയറിനെ എങ്ങനെ അത് ഉപയോഗപ്പെടുത്താൻ പറ്റുമോ അങ്ങനെ ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മൾ വന്ന ലക്ഷ്യം മറക്കാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ സാധ്യതയെങ്കിലും ഉണ്ട്. ഇതൊന്നും ചെയ്യാതെ എനിക്ക് ആരെങ്കിലും കൊണ്ട് മറ്റേ സ്പൂൺ ഫീഡ് ചെയ്ത് വായിക്കാത്ത ഈ ജോലി കൊണ്ട് വെച്ച് തരും, എന്റെ കയ്യിലാരും കൊണ്ട് പിടിപ്പിച്ചു തരും എന്നുള്ള രീതി ഇരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. അല്ല, പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചു, നമ്മളിപ്പോ ഇന്ത്യയിൽ നിൽക്കുകയാണെങ്കിലും കാര്യങ്ങൾ എളുപ്പമാണോ? നമുക്കൊരു കോഴ്സ് കഴിഞ്ഞ ഒരു ജോലി കിട്ടാൻ അത്ര എളുപ്പമാണോ ഇന്ത്യയിൽ? അല്ലല്ലോ, നമ്മൾ അത്രയും കഷ്ടപ്പെടണ്ടേ. ഇന്ത്യ എന്താ കോമ്പറ്റീഷൻ മോശമാണ്? അതാണ് ആലോചിക്കുന്നത്. 160-150 കോടി പേര് ജീവിക്കുന്ന രാജ്യത്ത് ജോലി കിട്ടാനാണോ? ഒരു ജ്വല്ലറിയിൽ ഒരു സെയിൽസ്
ജോലി കിട്ടണമെങ്കിൽ ഒരു 500 ആൾക്കാർ തഴഞ്ഞു വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഇപ്പൊ ഒരു PhD വരെ എടുത്ത ആൾക്കാർക്ക് ഒരു ജോലി എടുത്ത് പാടാണ്. അതെ, PhD ഡിഗ്രി കഴിഞ്ഞ് മാസ്റ്റേഴ്സ് കഴിഞ്ഞ് PhD കഴിഞ്ഞ് ഡോക്ടറേറ്റ് ഉള്ള ഗവൺമെന്റ് കോളേജിൽ കിട്ടണമെങ്കിൽ എത്ര കാലം കഴിയണം? ചുമ്മാ ഡോക്ടറേറ്റ് ഉള്ള ആളുകളൊക്കെ 3 രൂപ പറയുന്ന കാലമുണ്ട്. അതല്ല, ഒരു ജോലി ചിന്തിച്ചു നോക്ക്, ഒരു കോളേജിൽ ലെക്ചർ ആണ് കിട്ടണമെങ്കിൽ എത്ര കാലം പിടിക്കും? മിനിമം ഒരു 35 ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാതെ ഇപ്പൊ ഈ യൂട്യൂബിൽ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് UK പോയിട്ടുള്ളവരുടെ ഒരു ഇന്റർവ്യൂ ഒക്കെ ഞാൻ ഇടയ്ക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിലങ്ങ് പറയുന്നത് അങ്ങ് ആക്ഷേപിക്കുകയാണ്. ഒന്നാലോചിക്കണം, നാട്ടില് ഇത് പഠിച്ച ഇതേ കോഴ്സ് എടുത്ത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 25,000-30,000 രൂപയ്ക്ക് മേളിൽ ശമ്പളം കിട്ടാത്ത, ഞാൻ അവരെ ക്വാളിറ്റിയിൽ നിന്ന് ഇതേ പറയില്ല, പക്ഷേ 25,000-30,000 മേളിൽ സ്റ്റാർട്ടിങ് ജോലി കിട്ടാത്തൊരു വ്യക്തി ഈ നാട്ടിൽ വന്ന് 2 വർഷം കൊണ്ട് ഉണ്ടാക്കിയത് അതിൻ്റെ എങ്ങനെ പോയാലും 10 ഇരട്ടിക്ക് മേളിൽ തുകയായിരിക്കും. ഈ തുക ഉണ്ടാക്കി ഈ തുക കൊണ്ട് അവരുടെ ഇവിടുത്തെ കാര്യങ്ങളും നാട്ടിലെ കാര്യങ്ങളും കുറച്ചെങ്കിലും കഴിഞ്ഞതിന് ശേഷം അറ്റ്ലീസ്റ്റ് അവർ ബെറ്റർ ലൈഫ് സ്റ്റൈലിൽ ജീവിച്ചതിന് ശേഷം, ബെറ്റർ ലൈഫ് സ്റ്റൈൽ എന്ന് പറയണം, അങ്ങനെ ജീവിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം വന്നപ്പോഴത്തേക്കും തന്നെ വീഡിയോയിൽ പറയുന്നതായിട്ട് 10 രൂപയുള്ള വീട്ടിലാണ് താമസിച്ചതെന്ന് പറയുന്നതായിട്ടായിരുന്നു. ഈ 10 രൂപയുള്ള വീട്ടിൽ നിന്ന് താമസിച്ചെന്ന് മാറി താമസിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. മര്യാദയ്ക്ക് 4 ലക്ഷം ചേർത്ത് പറയാറിയാന്നുണ്ടെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. അത് പറ്റിയെന്നുണ്ടെങ്കിൽ അവരുടെ കുറ്റമെന്ന് എനിക്ക് പറയാൻ പറ്റും. അതിന് ബാക്കിയുള്ള കുറ്റം കൊണ്ടൊന്നും കാര്യമില്ല. ഇത് ചെയ്യാതിരുന്നിട്ട് ഇവിടെ നിന്ന് പോയതിനു ശേഷം നമുക്ക് ഇത്രയും നാൾ ഒന്നും വേണ്ട, ഇത്രയും നാളെ ചോറുന്ന രാജ്യമാണ്, അതിനെ അങ്ങ് ആക്ഷേപിക്കാൻ പറയുമ്പോൾ എനിക്കതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അല്ല, പക്ഷെ നമ്മുടെ കുറെയൊക്കെ നമ്മുടെ മനസ്സിന്റെ പ്രശ്നമുണ്ട്. അതായത് നമുക്ക് എപ്പോഴും ഒരു സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് അക്കരെ പറ്റാൻ തോന്നും. അതെ അതെ, ഞാൻ എക്സാമ്പിൾ പറയാം. നാട്ടിൽ പോകുന്നതല്ല, നാട്ടിൽ പോകുന്നതല്ല, ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ പോയത് 3 വർഷത്തിന് ശേഷമാണ്. അപ്പൊ ഞാനിങ്ങനെ ആഗ്രഹിച്ച് അത്രയും ആഗ്രഹിച്ചാണ് നാട്ടിൽ പോകുന്നത്. നാട്ടിൽ പോയി അവിടുത്തെ കടകൾ കാണുമ്പോൾ എനിക്ക് പിടിക്കുന്നില്ല. അയ്യേ, ഇതെന്താ ഇങ്ങനെ, വെയില് പറ്റുന്നില്ല, പൊടി പറ്റുന്നില്ല. അങ്ങനെ നാട്ടിൽ പോയിട്ട് ഒരു 10-20 ദിവസം നിന്നിട്ട് ഞാൻ അയ്യോ UK ആയിരുന്നു നല്ലത്, UK നിന്നാ മതിയായിരുന്നു എന്ന് വിചാരിച്ചു. തിരിച്ച് UK വന്നപ്പോഴോ ഇവിടെ തണുപ്പ്, സൂര്യനില്ല, മനുഷ്യന്മാരില്ല. അയ്യോ, നാട്ടിൽ പോയാ മതി. ഇതിപ്പോ നാട്ടിലെയും ഇപ്പൊ നീ പറഞ്ഞ നാട്ടിലെയും UK കമ്പാരിസൺ വേറൊരു ടൈപ്പ് ആൾക്കാരാണ്. ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് കാനഡയുടെ എവിടെ ഓസ്ട്രേലിയ പാമ്പുണ്ട്. ഇതിൽ ഞാൻ പറയാം, ഇതിലെ ഏറ്റവും ടൈപ്പ് ഓഫ് ആളുകൾ വേറെ അറിയുമോ? UK അല്ല, ടാക്സ് ഇല്ലാത്ത രാജ്യം ദുബായ് പോയാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അല്ല, ഇവരിൽ ഒരു ചിലപ്പോൾ ഒരു 30% പേര് നല്ല ബെറ്റർ പാക്കേജിൽ ദുബായിൽ ജോലി ചെയ്തവരായിരിക്കും. അവര് പറയുന്നത് അവരുടെ കംഫർട്ട് സോണിനെ പറ്റിയാണ്. ബാക്കിയുള്ള 20% പേര്, ഈ 30% പറയുന്നവര് കേട്ടറിവ് മാത്രമുള്ളവരാണ്. ഇവര് യാതൊരു തരത്തിലുള്ള എക്സ്പീരിയൻസും ഇല്ലാതെയാണ് ദുബായി പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടും, അല്ലെങ്കിൽ വേറൊരു GCC കൺട്രി പോയാൽ രക്ഷപ്പെടും, അല്ലെങ്കിൽ മറ്റൊരു കൺട്രി പോയാൽ രക്ഷപ്പെടും എന്ന് പറയുന്നത്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്തുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തു ചാടരുത്. എപ്പോഴും ഇവിടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ കഷ്ടപ്പാടാണെന്നും അപ്പുറത്ത് സുഖമാണെന്നും നമുക്ക് തോന്നും. അത് സത്യമാണ്. പിന്നെ ഒരു കാര്യമാണ്, ആരും ആരുടെയും ജീവിതത്തിലുള്ള സങ്കടം എപ്പോഴും തുറന്നു കാണിക്കില്ല. ഇപ്പൊ ഞങ്ങൾ വേണ്ട, ഈ ഗ്രൂപ്പിലിരിക്കുന്ന ആരെങ്കിലും ചിലപ്പോ ഒരു മാസം തികയായിട്ട് അപ്പുറത്ത് കടം വാങ്ങിയിട്ടായിരിക്കും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത്. എന്നിട്ടോ ഏതെങ്കിലും ഒരു സ്റ്റാർബക്സിൽ പോയിട്ട് 3 പൗണ്ട് കോഫി കുടിക്കുമ്പോൾ 2 ഫോട്ടോ ഇട്ടിട്ട് ഇതാണ് ലൈഫ് എന്ന് പറഞ്ഞ് തുറന്നു കാണിക്കും. അപ്പൊ നാട്ടിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ വേറെ എവിടെ ഫോർ എക്സാമ്പിൾ അവിടെ ഇരിക്കുന്ന ഹരികൃഷ്ണൻ മിക്കവാറും ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് കംപ്ലീറ്റ് ചെയ്യും, ഞാൻ കഷ്ടപ്പെട്ട് ഇത്രയും ദൂരം വണ്ടി ഓടിച്ചു പോകാറല്ലേ എന്ന് പറയും. പക്ഷെ എന്താ അവൻ ഇട്ടത് എന്താ, മൈ ലൈഫ്, ലിവിങ് മൈ ലൈഫ്. ഇതിൽ വണ്ടി ഓടിക്കുന്നതും ഈ യാത്ര ചെയ്യുന്നതും ഇതിൽ കാണുന്ന കാഴ്ചകളൊക്കെ അവൻ ഇഷ്ടമാണ് എന്ന് കരുതിയിട്ട് ഇതേ കാര്യം ഒരു ജോലിക്ക് വേണ്ടിയിട്ട് മറ്റൊരു ഒരു ഇതിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോഴത്തേക്കും അത് നമുക്ക് എല്ലാവർക്കും സന്തോഷം തരുന്ന കാര്യമായിരിക്കില്ല. നമ്മൾ ഈ പറഞ്ഞ കരിയർ എങ്ങനെയാണ്, ഇപ്പൊ ഘോര പ്രസംഗിച്ചല്ലോ കരിയർ ആണ് മെയിൻ, ഫോക്കസ് ആണ് മെയിൻ എന്നൊക്കെ. സാലറി കിട്ടുമ്പോൾ മാത്രമേ സന്തോഷം തോന്നാറുള്ളൂ. 5 കൊല്ലം കഴിയുമ്പോൾ മാനേജർ ആണല്ലോ എന്നുള്ള സന്തോഷത്തിലല്ല. എത്ര പേരാണ് 5 ദിവസം സന്തോഷത്തോടെ ജോലി ഇല്ല, മാസാവസാനം പൈസ കിട്ടുന്ന സന്തോഷമുള്ള സത്യത്തില് കുറ്റം. അത് മനുഷ്യന്റെ അവസ്ഥയാണ്. ഇവിടുത്തെ മെയിൻ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഈ 5 ദിവസം അല്ലെങ്കിൽ 1 മാസം കഷ്ടപ്പെട്ട് ജോലിക്ക് പോകുന്നതിന്റെ സങ്കടം തീർക്കുന്ന ശമ്പളം നമ്മളെ തന്നു, അത് വിടാൻ പറ്റാത്തതുകൊണ്ടാണ്. പക്ഷെ അത് വിട്ടിട്ട് ഇവിടുന്ന് പോവേണ്ടി വരുന്ന ചില പ്രത്യേകതരം ആൾക്കാരാണ് പെട്ടെന്ന് റിയലൈസ് ചെയ്യുന്നത് അവർക്ക് ഇനി ഇത്രയും വലിയൊരു ഇൻകം ഇനി ഇല്ല എന്നുള്ള തിരിച്ചറിവ് അവർ ഭയങ്കരമായിട്ട് ബോധറാക്കും. ഇതിലിപ്പോ പിന്നൊരു കാര്യം, ഈ ഇവിടെ പഠിക്കാൻ വന്നിട്ട് ഇവിടെ ജോലി കിട്ടില്ല എന്ന് പറഞ്ഞ് പോയവര് നാട്ടില് സിവിൽ സർവീസിൽ 5ാം റാങ്ക് കിട്ടിയിട്ട് അത് മേടിച്ച് ഇവിടെ വന്ന് മറ്റേ ഹോട്ടൽ മാനേജർ യൂസ് ചെയ്തൊന്നും അല്ല. ആലോചിക്കണം, നാട്ടിൽ ഇപ്പൊ ഞാനടക്കമുള്ള പറയാൻ ഞാനൊരിക്കലും വലിയവനാണ് മറ്റവൻ ചെറിയവനാണെന്നില്ല. ഞാനടക്കമുള്ള എല്ലാവരും വന്നിട്ടുള്ള നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു എന്താണ് പ്രോപ്പർ കരിയറിലോട്ട് നമ്മൾ എത്തത്തില്ല എന്നുള്ള ഒരു ഇൻസെക്യൂരിറ്റിയെ കൊണ്ട് തന്നെയാണ് നമ്മൾ ചാടുന്നത്. എസ്കേപ്പിംഗ് ഫ്രം ദ റിയാലിറ്റി എന്നൊക്കെ പറയാൻ. അല്ല, പക്ഷെ പിന്നെ ഒരു കാര്യം കേട്ടോ, നമ്മൾ ഈ പറയുന്ന എല്ലാവരും ഇതുപോലെ കഷ്ടപ്പെട്ടിട്ട്
കഷ്ടപ്പെടാതെ നടക്കുന്നവരാന്ന് പറയുന്നില്ല. ചിലര് വിഭാഗം ആൾക്കാരുണ്ട് അത്രയും കഷ്ടപ്പെട്ടിട്ടും രക്ഷപ്പെടാതെ പോകുന്ന ആൾക്കാരും ഉണ്ട്. ഉണ്ട് ഇത് കണക്ക് നമ്മളെക്കാട്ടൊക്കെ ഇരട്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ചിലപ്പം എന്തോ ഒരു ഭാഗ്യത്തിന്റെ പേരിൽ എന്തെങ്കിലും ഒരു കാര്യം കണ്ട് രക്ഷപ്പെടാതെ പോകുന്ന ആൾക്കാരുണ്ട്. അവരല്ല പറയുന്നത്. അത് തന്നെ നേരത്തെ പറഞ്ഞ ഒരു ഇൻസിഡന്റ് വന്നില്ല, നമ്മളിപ്പോ ലാസ്റ്റ് വർഷം വരെയും കമ്പനി സ്പോൺസർഷിപ്പ് കൊടുക്കാന്ന് പറയും, ലാസ്റ്റ് ആകുമ്പോൾ അവരുടെ മിസ്റ്റേക്ക് കൊണ്ടോ മറ്റൊരു മിസ്റ്റേക്ക് കൊണ്ടോ മറ്റേ അങ്ങനെയുള്ളത് നമ്മളിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലാക്കാൻ പറ്റും. അവരുടെ ഒരു സിറ്റുവേഷൻ ആണ്, നമുക്ക് അതിലിപ്പോ ഖേദിക്കാനോ നമുക്ക് പ്രശ്നം ചെയ്യാനില്ല. അല്ല, അങ്ങനത്തെ ആൾക്കാർ കുറ്റം പറഞ്ഞ കാര്യമുണ്ട്. ഈ രാജ്യം രക്ഷിക്കാന്ന് പറയുന്നത് മനസ്സിലാക്കാൻ നമുക്ക്. അവരുടെ കാര്യം അവരുടെ സ്ട്രഗിളിന് റിസൾട്ട് കിട്ടാതിരിക്കുമ്പോഴത്തേക്കും അവരുടെ ഫ്രസ്ട്രേഷൻ അവർ കാണിക്കും. പക്ഷെ ഈ സ്ട്രഗിൾ ഒന്നും ഇല്ലാതിരുന്നിട്ട് എനിക്കിപ്പോ ആ വീഡിയോ കണ്ട് പിടിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് യൂട്യൂബ് വീഡിയോ ആയിട്ട് മാത്രം അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോയിലും ഇൻസ്റ്റയിലും ഷോർട്സും റീൽസും എടുത്ത് അതിൽ ഫോക്കസ് ചെയ്തിട്ട് എനിക്ക് വർഷാവസാനമായപ്പോഴത്തേക്കും ജോലി കിട്ടില്ല എന്നൊന്നും കരയുന്നതിൽ എന്താണ് കാര്യങ്ങളൊന്നും എനിക്ക് അറിയാൻ വയ്യ. അല്ല, പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ